പ്രസക്തി തന്നെ ഇവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും പാലിയേറ്റീവ് കെയറിൽ രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഏറ്റവും വലിയ കച്ചവടം അല്ലെ, ജനനവും ജീവിതവും മരണവും വൈദ്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, വ്യവസായവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പക്ക കച്ചവടവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പരിചരണവും ശുശ്രൂഷയും അമ്പരച്ചുംബികളായ കോൺക്രീറ്റ് സൗധങ്ങളിലേക്ക്, നഗര ഹൃദയങ്ങളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയും സാധാരണക്കാരായ ആളുകൾക്ക് സമീപിക്കാൻ പോലും സാധ്യമല്ലാത്ത വിധത്തില് കോസ്റ്റ്ലി വിലപിടിപ്പുള്ളതായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സാധാരണക്കാരായ ആളുകൾ വീടിന്റെ കിടക്കപ്പായൽ അമർന്ന് അവസാനിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തില് പാലിയേറ്റീവ് കെയർ ഉണ്ടാവുള്ളൂ. നമ്മളെ ഡോക്ടർ അബ്ദുറഹ്മാൻ സാഹിബ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മഞ്ചേരിയിൽ പാലിയേറ്റീവ് കെയർ സംവിധാനത്തിന് തുടക്കം കുറിക്കാന് മുൻപന്തിയിൽ നിന്ന ഡോക്ടർ അബ്ദുറഹ്മാൻ സാഹിബ് മരിക്കണീന്റെ കുറച്ചു കാലം മുമ്പ് മഞ്ചേരിയിലെ പാലിയേറ്റീവ് കെയർ സംവിധാനത്തിന്റെ കൂടെ ഹോം കെയർ പോകാൻ വേണ്ടി വന്നു. മൂപ്പര് തുടങ്ങി. പിന്നെ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലൊക്കെ വലിയ അവസാന സമയത്ത് മരിക്കണീന്റെ കുറച്ച് മുമ്പ് പാലിയേറ്റീവ് കെയർ സംവിധാനത്തിന്റെ കൂടെ ഹോം കെയർ 2 ദിവസം പോയി വന്ന് മടങ്ങിയപ്പോൾ മൂപ്പര് പറഞ്ഞൊരു വാക്കുണ്ട്: ഞാൻ എന്റെ മൾട്ടി സൂപ്പർ ഹൈടെക് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊടുക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള പരിചരണം ഇവിടുത്തെ കുടിലുകളില് കിടപ്പിലായ രോഗികളുടെ കിടക്കപ്പായ കരികിലെത്തിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ട്.